വീണ്ടും നമ്മൾ വയനാട്ടിലേക്ക് പോവുകയാണ്. അവിടെ ഇപ്പോഴും സംഘർഷം തുടരുകയാണ്. വന്യജീവി സംഘർഷം ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്നു. അവിടെ വലിയ സംഘർഷമാണ്. പോലീസുമായുള്ള ഏറ്റുമുട്ടലിലേക്ക് സാഹചര്യങ്ങൾ നീളുകയാണ്. വയനാട് പുൽപ്പള്ളിയിൽ സംഘർഷ രംഗങ്ങളാണ്. കടുവയെ പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പക്ഷേ നാട്ടുകാർ സംഘടിച്ചെത്തി വലിയ സംഘർഷം നടത്തുന്നു. എന്തുകൊണ്ട് കടുവയെ പിടിക്കുന്നില്ല എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. വനം വകുപ്പിനെതിരെ വലിയ പ്രതിഷേധമാണ്. അല്പസമയം മുമ്പ് DFIയുടെ പ്രതികരണം ലഭ്യമായിരുന്നു. ഇന്ന് തന്നെ കടുവയെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. കാപ്പിത്തോട്ടത്തിനുള്ളിലായതിനാൽ വെടിവെക്കാൻ കഴിയുന്നില്ല എന്നതാണ് അവരവിടുന്ന് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. എന്തായാലും വലിയ തരത്തിലുള്ള സംഘർഷ സാഹചര്യങ്ങളിലേക്ക് പോകുന്നു എന്നതാണ് നിലവിലെ അവസ്ഥ. വയനാട് പുൽപ്പള്ളിയിൽ സംഘർഷ സാഹചര്യങ്ങളാണ്. കടുവയെ പിടിക്കാൻ വനം വകുപ്പിന് കഴിയുന്നില്ല. അത് ഉന്നയിച്ചുകൊണ്ട് നാട്ടുകാർ വലിയ തരത്തിലുള്ള പ്രതിഷേധം നടത്തുകയാണ്. സംഘർഷ രംഗങ്ങളാണ് അവിടെ നിന്നും ഉണ്ടാവുന്നത് എന്നതാണ് അവസ്ഥ. പ്രതിഷേധവുമായി അവിടെ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരടക്കം രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശക്തമായ പ്രതിഷേധം വയനാട്ടിന്റെ പുൽപ്പള്ളി മേഖലകളിൽ ഉണ്ടാവുന്നു എന്നതാണ്. DFO നൽകിയിരിക്കുന്ന ഉറപ്പ് വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് അതിന്റെ നഷ്ടപരിഹാരം നാളെ തന്നെ എത്തിക്കും. അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട് എന്നതാണ്. നേരത്തെ വനം മന്ത്രിയും വിശദീകരിച്ചത് ഇങ്ങനെയാണ്. അവിടെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വനംവകുപ്പിന്റെ ആക്ഷൻ പ്ലാൻ സജ്ജമാണ്, മുന്നോട്ട് പോവുകയാണ്. വേണ്ടി വന്നാൽ കടുവയെ വെടിവെക്കാനുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ട്. അത്തരം തടസ്സങ്ങളൊന്നുമില്ല എന്നതാണ് വനം മന്ത്രിയും വിശദീകരിച്ചത്. അനീഷ് കുമാറുണ്ട്. അനീഷ്, എന്താണ് ഇപ്പോൾ വീണ്ടും സംഘർഷം ഉണ്ടാവുന്നതിന്റെ കാരണം? സജിത്ത്, ഇപ്പോൾ സംഘർഷാവസ്ഥയ്ക്ക് നേരിയ അയവ് വന്നിട്ടുണ്ട്. ആളുകൾ രണ്ടു വശത്തായി നിൽക്കുകയാണ്. രണ്ടു തരത്തിലുള്ള ചിന്തകളാണ് അല്ലെങ്കിൽ രണ്ടു തരത്തിലുള്ള ആവശ്യങ്ങളാണ് ആളുകൾ ഉന്നയിക്കുന്നത്. ഒന്ന്, എത്രയും പെട്ടെന്ന് മയക്കുവെടി വെച്ച് ഈ കടുവയെ പിടികൂടണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഈ കൂട്ടിലടച്ച് കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ് വനംവകുപ്പ് നടത്തുന്നതെന്ന ആരോപണമാണ് ഒരു ഭാഗം മുന്നോട്ട് വെക്കുന്നത്. എന്താണ് നിങ്ങളുടെ ഒരു പ്രതിഷേധത്തിന്റെ ഒരു കാരണം? പ്രതിഷേധം എന്ന് പറഞ്ഞാൽ 4 ദിവസമായി കടുവ ഇവിടുത്തെ മനുഷ്യരുടെ സാധാരണക്കാരുടെ സ്വൈരജീവിതം തടസ്സപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഭയാശങ്കയിലാണ് ജനങ്ങൾ മുഴുവനും, കർഷകരടക്കം. വിളവെടുപ്പിന്റെ സമയമാണ്. കൃഷിക്കാർക്ക് വിളവെടുക്കാൻ സമയമില്ല. ക്ഷീരകർഷകർ വലിയ ആശങ്കയിലാണ്. വിദ്യാർത്ഥികൾക്ക് പഠിപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഉദ്യോഗസ്ഥ തലങ്ങളിൽ കൃത്യമായിട്ടുള്ള വീഴ്ചകളുണ്ട്. അവരുടെ ഏകോപനക്കുറവും അനാസ്ഥയുമാണ് ഇത്രമാത്രം ഗൗരവത്തിലേക്ക് വിഷയം വരാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് 4-5 ദിവസമായി ഈ പ്രദേശത്ത് വല്ലാത്തൊരു അരിശ സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പുറത്തിറങ്ങാൻ മേലാത്ത അവസ്ഥ. ഇവിടെ ഈ പുൽപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ക്ഷീരമേഖലയിൽ ആളുകൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. കാർഷിക മേഖല മുഴുവൻ തകർന്ന് തരിപ്പണമായി. അപ്പോൾ ഈ ഉള്ള കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള കാപ്പിയായാലും കുരുമുളകായാലും പഴുത്തു കിടക്കുന്ന സമയത്ത് പറമ്പിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവണം. അതാണ് ജനത്തിന്റെ ആവശ്യം. അതിനു വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ന് ഈ ഉദ്യോഗസ്ഥന്മാര് കാണിക്കുന്ന, അല്ലെങ്കിൽ ഇവരുടെ വെടിവെക്കാന്ന് പറഞ്ഞാൽ ഉത്തരവുണ്ടായിട്ട് കാര്യമുണ്ടോ? വെടിവെക്കണ്ടേ? മയക്കുവെടി പിടിക്കണ്ടേ? എന്നാലേ കാര്യമുള്ളൂ. മയക്കുവെടി ഇന്നലെ ഇവര് നേരിൽ കണ്ടിട്ട് പോലും, വീട്ടുകാർ കണ്ട് ഇവിടെ കണ്ടിട്ട് അവർ ഓടിയെത്തിയിട്ട് പോലും അതിനെ ഒരു രീതി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്തോ ഒരു കാലിന് എന്തോ ഒരു കുഴപ്പം പറ്റിയ ഒരു കടുവയാണെന്നാണ് പറയണത്. എന്നാൽ പിന്നെ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാർ നീക്കണ്ടേ? ജനങ്ങളുടെ ആശങ്ക ഒഴിവാക്കണ്ടേ? അതല്ലാതെ ഇവിടെ വന്നിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് ഞങ്ങൾ ഇന്ന് ചെയ്യും, നാളെ ചെയ്യും, മറ്റന്നാൾ ചെയ്യുമെന്ന് പറഞ്ഞ് പോകലല്ല വേണ്ടേ. ഉദ്യോഗസ്ഥന്മാർ പറയുന്നു ഞങ്ങൾ ഇന്ന് തീരുമാനമുള്ളൂ. ഇന്ന് എന്ത് തീരുമാനം ഉണ്ടാവും? ഇന്ന് ഒരു തീരുമാനം ഉണ്ടാവില്ല.
ഒരു തീരുമാനം ഉണ്ടാവില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതിന് മാറ്റം വരണം. അതാണ് ഞാൻ തന്നെ പറയുന്നു. കടുവയെ കൊണ്ട് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് വെടിവെക്കാത്തത്? അപ്പൊ ഇതിന്റെ അകത്ത് ഒരു കള്ളക്കളി ഉണ്ടെന്ന് വീട്ടുടമ തന്നെ പറയുന്നു. വലിയ സംഘർഷമാണ്. അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ സംഘടിച്ചെത്തി വലിയ പ്രതിഷേധം ഉന്നയിക്കുകയാണ്. അതേസമയം കടുവയെ ഇന്ന് തന്നെ പിടികൂടും എന്ന ഉറപ്പിലാണ് വനം വകുപ്പ്.